ഏറെ ബഹുമാനപ്പെട്ട അധ്യക്ഷ അജിത രാജേന്ദ്രൻ, ഇവിടെ ഈ പരിപാടി അതിഗംഭീരമായിട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച IAS പ്രസിഡന്റ് നിസാർ തളങ്കര, ഇവിടെ സ്വാഗതം അർപ്പിച്ച ഏറെ പ്രിയപ്പെട്ട ബിനു കൗറ, വേദിയിലിരിക്കുന്ന അശോകൻ ചെരുവി, ശ്രീ അബ്ദുൽ ഹമീദ് TK, OV മുസ്തഫ, മറ്റ് ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാംസ്കാരിക പ്രവർത്തകരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. നമസ്കാരം, തിരിച്ച് നമസ്കാരം എന്നല്ല കൂട്ടരെ, നമസ്കാരം. ഈ മസിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അടുത്ത പരിപാടി ഈ മസിലിന്റെ പരിപാടിയല്ല. ഒരു നല്ലൊരു നമസ്കാരം തരും. നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ വേദിയിൽ ഒരാശംസ അർപ്പിക്കാൻ ഒരു അവസരം മാസം എന്നതിൽ ആദ്യം തന്നെ ഏറെ സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. മറ്റൊരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ്. കഴിഞ്ഞ ദിവസമാണ് മാസിന്റെ ഭാരവാഹികൾ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒരു അതിഥിയായിട്ട് ഒരു ആശംസ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ വേദിയിലെത്തണം എന്നുള്ളത് എന്നോട് ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ മുൻപ് ഒരു ചെറിയൊരു ശില്പശാലയുടെ ഭാഗമായിട്ട് മാസിന്റെ പ്രിയപ്പെട്ടവരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് വേദികൾ കയറാൻ ആഗ്രഹിച്ച മനുഷ്യനാണ് ഞാൻ. ഒരുപക്ഷെ ആ പാട്ടാദ്യമായിട്ട് സിനിമയിൽ പാടുന്നതിന് മുൻപ് ഏകദേശം 10 വർഷത്തോളം സാംസ്കാരിക വേദികളിലും മറ്റുള്ള പരിപാടികളിലും പാട്ട് പാടുന്ന ഒരാളാണ് ഞാൻ. അവിടെയൊന്നും എന്നെ ആർക്കും അറിയണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പാട്ടൊന്നും പഠിക്കാതെ നാട്ടിലെ ക്ലബിന്റെ ചെറിയ വേദികളിലും അതുപോലെ തന്നെ ചെറിയ സാംസ്കാരിക പരിപാടികളിലും വായനശാലയുടെ വേദികളിലൊക്കെ പാടി വേദിയിൽ വന്നൊരു കാലമുണ്ടായിരുന്നു. അന്നൊപ്പം നിന്ന് ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ പിന്മുറക്കാരാണ് ഏറെ പ്രിയപ്പെട്ട മാസ് എന്ന് പറയുമ്പോൾ. അവർ വിളിക്കുന്ന സമയത്ത് ചെറിയൊരു വേദിയാണെങ്കിലും വളരെ ചെറിയൊരു സദസ്സാണെങ്കിൽ പോലും ആ വേദിയുടെ വലുപ്പം എൻ്റെ മനസ്സിൽ അത്ര വലുതാണ് എന്നുള്ളതാണ് ഈ വേദിയിൽ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വേദിയിലേക്ക് എന്നെ ആദ്യമായിട്ട് വിളിച്ച ഏറെ പ്രിയപ്പെട്ടവർക്ക് ഏറെ സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. പൊതുവായിട്ട് നാട്ടിൽ നിന്നും പുറത്തൊരു വേദിയിലേക്ക് ഒരു പരിപാടിയുടെ ഭാഗമായി യാത്ര ചെയ്യുന്ന സമയത്ത് പൊതുവായി നാട്ടിലുള്ളൊരു സംശയമാണ്, നാട്ടിലത്തെ പോലെയാണോ പരിപാടികൾ, നാട്ടിലത്തെ പോലെയാണോ സാംസ്കാരിക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്, ആഘോഷ പരിപാടികളൊക്കെ. ഇവിടെ ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ IASന്റെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ കേവലം ഒരു ആഘോഷ പരിപാടി എന്നതിനപ്പുറത്ത് വലിയൊരു സമ്മേളനമായിട്ടാണ് എനിക്ക് വേദി പോലും കണക്കാക്കാൻ തോന്നുന്നത്. കഴിഞ്ഞ മാസിന്റെ നമ്മുടെ തുടക്കത്തിൽ ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ മുതൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അത്രയോളം ഒപ്പം നിന്ന് എല്ലാ മനുഷ്യരും ഈ വേദിയിൽ പരിപാടി കാണാതിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. ഒരാഘോഷ പരിപാടിക്കപ്പുറം സ്വന്തം പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി മാസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നേരിട്ട് കാണാൻ കിട്ടുന്ന വലിയൊരു അവസരം കൂടിയാണ് ഈ വലിയൊരു വേദി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. പരസ്പരം കൂടിയിരിക്കാൻ വേദിയില്ലാത്ത കാലത്ത്, പരസ്പരം പാട്ടുപാടാൻ വേദിയില്ലാത്ത സമയത്ത്, കൂടിയിരിക്കാനും സംസാരിക്കാനും എഴുതാനും ചിത്രം വരയ്ക്കാനൊക്കെ തന്നെ വേദികളില്ലാത്തൊരു കാലത്ത്, കേവലം കടൽ കടന്ന് ഇവിടെ ഒരു സ്ഥലത്ത് ഏകദേശം ഒപ്പം ഒരുപോലെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ ഒരു വേദിയിൽ വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. എന്തായാലും ഇത്തരത്തില് വലിയൊരു നേതൃത്വം തന്നെയാണ് ഏറ്റവും വലിയൊരു നമ്മളൊക്കെ ഏതൊരു കാലത്തും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളൊരു പരിപാടിക്ക് ബാക്ക് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീമത്തെ എല്ലാവരോട് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുക ഈ സാംസ്കാരിക പരിപാടി എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നത്, കഴിഞ്ഞിട്ട് വേണം പരിപാടി കാണാമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ മനസ്സിലൊക്കെ ഉള്ളതും അതുതന്നെയാണെന്ന് അറിയാം. അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. എനിക്ക് ഏറ്റവും അറിയുന്ന പ്രിയപ്പെട്ടവരാണ് എല്ലാവരും. ഏറെ പ്രിയപ്പെട്ട കലാ സെക്രട്ടറി നമ്മുടെ പ്രമോദേട്ടനായാലും ബാക്കിയുള്ളവരായാലും തന്നെ എൻ്റെ പാട്ട് യാത്രയിൽ ഒരുപാട് ഒപ്പം നിന്ന് ഒരുപാട് മനുഷ്യരാണ് എല്ലാവരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കലാകാരനെ വളർത്തിയെടുക്കുന്നത് വലിയൊരു സമൂഹമാണ്, അല്ലേ? ഒപ്പം നിൽക്കാനും കൈയടിക്കാനും കുറെ ആൾക്കാരില്ലാന്നുണ്ടെങ്കിൽ പാട്ടുകാരുണ്ടോ? ഉത്തരം കിട്ടണില്ല കേട്ടോ കുട്ടറെ. പാട്ടുകാരുണ്ടോ? ഒപ്പം നിൽക്കാൻ ഒരുപാട് മനുഷ്യരെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു പാട്ടുകാരൻ ഏതൊരു കാലത്തും ആഗ്രഹിക്കുന്നത്. അതിഗംഭീരമായി പാടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും എൻ്റെ മനസ്സിലെപ്പോഴും ഞാനൊരു വേദിയിൽ എന്ന് പറയുന്നത്, ആദ്യമായിട്ടൊരു നാട്ടിലൊരു കലോത്സവം അല്ലെങ്കിൽ ഒരു ചെറിയ വായനശാലയുടെ പരിപാടിക്കൊക്കെ പാട്ട് പാടുന്ന സമയത്ത് മനസ്സിലുണ്ടാവുക പാട്ട് പാടുന്നത് തെറ്റരുത്, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് തെറ്റരുത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലുണ്ടാവുക.
പാടി കഴിഞ്ഞിട്ട് സ്റ്റേജിന്റെ സൈഡിൽ കൂടെ ഒരു നടന്നു പോക്കുണ്ട്. ആ നടന്നു പോകുമ്പോൾ ചെറുപ്പകാലത്ത് മനസ്സിലെന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കാര്യമാണ്, കയ്യടിയുടെ വലുപ്പത്തിനപ്പുറത്ത് ആരെങ്കിലുമൊക്കെ വന്ന് ചിലപ്പോൾ പറയും, ഓൻ പാടിയത് നന്നായി കേട്ടോ, ഓൻ സംസാരിച്ചത് നന്നായി കേട്ടോ. ആ ഒരു പറച്ചിൽ മതി 2 ആഴ്ചയ്ക്ക് കടന്നുറങ്ങാൻ. ഏതൊരു കലാകാരനും ഏതൊരു കാലത്തും എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നിറഞ്ഞ കയ്യടികളും സപ്പോർട്ടുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കലാകാരനെ വളർത്തി വലുതാക്കുന്നത് വലിയൊരു സമൂഹമാണ്. ഒപ്പം നിൽക്കാൻ ഒരുപാട് മനുഷ്യരില്ല എന്നുണ്ടെങ്കിൽ പാട്ടുകാരനില്ല, എഴുത്തുകാരനില്ല, ആരുമില്ല. അപ്പോൾ ഒപ്പം നിൽക്കാൻ ഒരുപാട് മനുഷ്യരും ഒരു സമൂഹവും ഒരു പാട്ടുകാരനൊപ്പം നിൽക്കുന്ന പോലെ തന്നെ നേരെ തിരിച്ച് ആ സമൂഹത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പാട്ടുകാർക്ക് അല്ലെങ്കിൽ ആ കൂട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം പാടേണ്ടതും ആദ്യം പ്രതികരിക്കേണ്ടതും കലാകാരന്മാരാണ് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലാത്ത സംശയമാണ്. കേവലം വലിയൊരു ഫെയിമിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സംസാരിക്കുന്നതും ഞാൻ പറയുന്നതും ഞാൻ എഴുതുന്നതൊക്കെ കുറച്ച് സൂക്ഷിച്ചു വേണം. വലിയൊരു സമൂഹത്തിനെ ഒന്നായിട്ട് അഭിസംബോധന ചെയ്യാനുള്ള ഒരാളാണ് ഞാൻ. ഇതിനപ്പുറത്ത് ഒപ്പം നിൽക്കുന്ന ഏറെ പ്രിയപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കൂടെയാണ് ഞാൻ എന്നൊരിക്കൽ കൂടി പറയട്ടെ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, സംസാരിക്കാനാണെങ്കിൽ കുറെ പോവാം. ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം. റെഡിയല്ലേ? റെഡിയാണല്ലോ എല്ലാവരും? 2 കൈ ഉയർത്തി പിടിച്ച് നല്ലൊരു കൈയ്യടി തരും എനിക്ക് ഉഷാറായിട്ട്. താങ്ക് യു. വേറെ ഓർക്കസ്ട്രയൊന്നുമില്ല, വായ്പാട്ട് മാത്രമേ ഉള്ളൂ. താളം, ഒരേ ഒരു താളം ഉള്ളത് നിങ്ങളുടെ കയ്യടികളാണ്. പാലാപ്പള്ളി എന്നുള്ള പാട്ടൊക്കെ ഞാൻ പാടുന്നതിന് മുമ്പായിട്ട് ആദ്യമായി മമ്മൂക്കയുടെ പുഴു എന്നുള്ള സിനിമയിലാണ് ഒരു പാട്ട് പാടുന്നത്. എന്തായാലും കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഏകദേശം 10ഓളം മലയാള സിനിമകളിൽ പാട്ട് പാടാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വാർത്ത പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കട്ടെ. ഒരുപാട് പാട്ടുകൾ ഇനി ഇറങ്ങാനിരിക്കുന്നുണ്ട്. അടിപൊളി പാട്ടുകളൊക്കെ തന്നെയായിട്ടും അത്തരത്തിൽ ഒരുപാട് പാട്ടുകൾ ഇറങ്ങാനിരിക്കുന്നുണ്ട്. ഞാൻ ഈ പാട്ടുകളൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ആദ്യം ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളൊന്നാണ് ഇതിലുമേറെ പണ്ട് ഞങ്ങൾ പൊരുതി നിന്നത് എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. കേവലം നാട്ടിലുള്ള ഒരുപാട് മനുഷ്യരെ രേഖപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൽ ചെയ്തൊരു പാട്ടാണ്. അതിനപ്പുറത്ത് അതൊന്നുമല്ല. ഞാനൊരു പാട്ടുകാരനായിട്ട് അതുൽ നറകര എന്ന ഈ വേദിയിൽ എന്നെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നറകര എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. എന്താണ് ഈ നറകര? വീട്ടുപേരാണോ, അച്ഛൻ്റെ പേരാണോ, കുടുംബ പേരാണോ എന്നുള്ളത്. മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് ചെറിയൊരു ഗ്രാമമാണ് നറകര എന്ന് പറയുന്നത്. നാട്ടിൽ കുറേ പാട്ടുകാരുണ്ട്, പക്ഷെ അവരൊന്നും പേരിൻ്റെ അവസാനം നറകര എന്ന് കൊടുക്കാറില്ല. ചെറുപ്പം മുതൽ ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറയുന്നതാണ്, എന്താ നറകര എന്ന് കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറയും, നറകര ചെറിയൊരു ഗ്രാമമല്ലേ, മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒരു 47-ാം വാർഡ് അടങ്ങുന്ന ഏകദേശം ഒരു 880 പേര് മാത്രം താമസിക്കുന്ന ചെറിയൊരു ഗ്രാമമാണ് ഞങ്ങളത്. ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് തന്നെ പുറമേക്കൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ നറകര എന്താണെന്നുള്ളതാണ് സംശയമാണ്. അതുകൊണ്ട് നാട്ടിലത്തെ പാട്ടുകാരൊക്കെ പേരിൻ്റെ അവസാനം മഞ്ചേരി അല്ലെങ്കിൽ മലപ്പുറം എന്നോ കൊടുക്കും. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു പാട്ടുകാരനാകുന്ന സമയത്ത് എൻ്റെ പേരിൻ്റെ അവസാനം സ്വന്തം ഗ്രാമത്തിൻ്റെ പേര് തന്നെ കൂട്ടിച്ചേർക്കണമെന്നുള്ളത്. ഇന്ന് വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, സ്വന്തം ഗ്രാമം തിരിച്ചറിയുന്നത് നമ്മുടെ പേരിലൂടെയാണെന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷവും അഭിമാനവുമാണ്. എന്തായാലും ഞാൻ പറഞ്ഞതല്ല, പാട്ടിൻ്റെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഞാൻ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടി കുറച്ചാൾക്കാർ തിരിച്ചറിഞ്ഞ സമയത്ത് നാട്ടിലുള്ള ഒരുപാട് മനുഷ്യരെ ഒരു ചിത്രത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണം, ഒരു പാട്ട് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്ത പാട്ടുകളിലൊന്നാണ് ഇതിലുമേറെ പണ്ട് ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്ത് നിന്നെണീറ്റ് ഉയർത്തു വന്നതാ എന്ന് തുടങ്ങുന്ന പാട്ട്. ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭാഗമായിട്ട് ചെയ്ത ഒരു പാട്ടുമല്ലാതെ ഇന്നലെ തോറ്റ മനുഷ്യർക്ക് വേണ്ടി, ഇന്ന് തോറ്റിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, വളരെ സങ്കടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി മുന്നോട്ട് പൊരുതി കയറാനുള്ള വലിയൊരു അർപ്പണബോധവും വലിയൊരു വാശിയും മനസ്സിലുള്ള മറ്റു കൂട്ടർക്ക് വേണ്ടി ഞാൻ ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നാട്ടിലുള്ള ഒരുപാട് മനുഷ്യരെ ഒരു സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തൊരു പാട്ടാണ്. പാടാൻ റെഡിയല്ലേ? കൈയടിച്ചൊപ്പം കൂടുതലോ ഒരു താളത്തിൽ കൈയടിക്കാം. പാട്ടിന്റെ ആദ്യം വരി ഇതിലുമേറെ പണ്ട് ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്ത് നിന്നെണീറ്റ് ഉയർത്തു വന്നതാ എന്ന് തുടങ്ങാം. ഇതുവരെ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. തിണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും
തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ മുലമുറിച്ച നാരിയും കല്ലുമാല സമരവും വില്ലുവണ്ടി താണ്ടി വന്ന ദൂരമാകയും മുലമുറിച്ച നാരിയും കല്ലുമാല സമരവും വില്ലുവണ്ടി താണ്ടി വന്ന ദൂരമാകയും പടഹവീര്യമോടെയെന്നു പൂർവസൂരികൾ നയിച്ച സമരത്യാഗരുതിരഗാഥ ഓർത്തു നീങ്ങിടാം പടഹവീര്യമോടെയെന്നു പൂർവസൂരികൾ നയിച്ച സമരത്യാഗരുതിരഗാഥ ഓർത്തു നീങ്ങിടാം ഇതിലുമേറെ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ കൂലിയില്ല വേലയും കുഴിയിലുള്ള കഞ്ഞിയും കൂര ചുട്ടു ചമ്പലാക്കും കൂരിരുട്ടിലും കൂലിയില്ല വേലയും കുഴിയിലുള്ള കഞ്ഞിയും കൂര ചുട്ടു ചമ്പലാക്കും കൂരിരുട്ടിലും ഗാന്ധിയെ പുറത്തിരുത്തു മാമനക്കതിന്നു പേര് കാലചരിത ചുവരെഴുത്തിൽ ഭദ്രശോഭയോ ഗാന്ധിയെ പുറത്തിരുത്തു മാമനക്കതിന്നു പേര് കാലചരിത ചുവരെഴുത്തിൽ ഭദ്രശോഭയോ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ പിന്നിലേക്ക് നോക്കി നമ്മൾ മൂർച്ച കൂട്ടിടും മുന്നിലേക്ക് നീങ്ങിടാന ദൂർജമായിടും പിന്നിലേക്ക് നോക്കി നമ്മൾ മൂർച്ച കൂട്ടിടും മുന്നിലേക്ക് നീങ്ങിടാന ദൂർജമായിടും ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ ഒന്നുറക്കെയാവട്ടെ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഒരിക്കൽ കൂടി പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കട്ടെ. എല്ലാവർക്കും നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു.